നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ ജി സുധാകരന്റെ ശബ്ദത്തിൽ തീ പാർന്നു. പിണറായിക്ക് നേർക്ക് നേർ നിന്നുകൊണ്ട് വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകളാണ് സുധാകരനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ വളർത്തിയത് പിണറായി ആണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇവിടെ തിരുവിതാംകൂറിൽ പിണറായിയെ മുൻപ് എത്ര പേർക്ക് അറിയാമായിരുന്നു എന്നുള്ള ചോദ്യമാണ് സുധാകരൻ തിരിച്ചടിച്ചിരിക്കുന്നത്. അതായത് ആലപ്പുഴയിൽ തിരുവിതാംകൂറിൽ പിണറായി വിജയന് വലിയ വേരൊന്നും ഉണ്ടായിരുന്നില്ല. ആഴത്തിൽ ആ വേര് ഉറപ്പിച്ചതിൽ താൻ ഉൾപ്പെടെ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു വയ്ക്കുകയാണ് സുധാകരൻ ഇപ്പോൾ. മുൻപ് പിണറായിക്ക് നേരെ ഇത്ര ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ സുധാകരൻ നടത്തിയിരുന്നില്ല. അതായത് പാർട്ടിയിൽ നിന്ന് പല വിയോജിപ്പുകൾ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴും അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിലുമൊക്കെ പിണറായിക്ക് നേരെ അത്ര കണ്ട് വിവാദങ്ങൾ സുധാകരൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ UDFന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം പിണറായിക്ക് നേരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് സുധാകരൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനും എനിക്കിട്ട പേര് പിണറായി മാറ്റണ്ട എന്ന് ചെറ്റ എന്ന് വിളിച്ചതിനെ വിമർശിച്ചുകൊണ്ട് സുധാകരൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും പിണറായിക്ക് ഇവിടെ ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നതുൾപ്പെടെ പഴയ പല ചരിത്രങ്ങളും വലിച്ചു പുറത്തേക്കിടുകയാണ് സുധാകരൻ. താൻ വളർന്നത് പിണറായി വിജയന്റെ തണലിലാണെന്ന വാദത്തെ പൂർണ്ണമായും സുധാകരൻ തള്ളിക്കളഞ്ഞു. 63 വർഷമായി താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും 15-ാം വയസ്സിലാണ് പാർട്ടിയിൽ ചേർന്നതെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. പിണറായി വിജയനാണ് തന്നെ വളർത്തിയതെന്ന വാദത്തെ നിഷേധിച്ച സുധാകരൻ 1967 കാലഘട്ടത്തിൽ പിണറായി വിജയനെ തിരുവിതാംകൂറിൽ ആർക്കും അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം അന്ന് മലബാറിൽ തലശ്ശേരിയിൽ മാത്രം ഒതുങ്ങി നിന്ന നേതാവായിരുന്നുവെന്നും സുധാകരൻ വെട്ടിത്തുറന്നടിച്ചു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടിയിലായിരുന്നു സുധാകരൻ പിണറായിക്കെതിരെ കത്തിക്കയറിയത്. തന്റെ അനുജനും രക്തസാക്ഷിയുമായ ഭുവനേശ്വരന്റെ കേസ് നടത്താൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി 10 പൈസ പോലും നൽകിയിട്ടില്ലെന്നും വീട്ടിലെ ആഞ്ഞിലിമരം വെട്ടിവിറ്റ പണം കൊണ്ടാണ് ആ കേസ് നടത്തിയതെന്നും സുധാകരൻ ആവർത്തിച്ചു. മാർക്സിനെയോ ഏംഗൽസിനെയോ വായിക്കാത്തവരാണ് ഇന്നത്തെ പല മാർക്സിസ്റ്റുകാരും. വിജയരാഘവനെ സുധാകരൻ പരാജയ രാഘവൻ എന്ന് വീണ്ടും വിശേഷിപ്പിച്ചു. വിജയരാഘവൻ എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെ LDF തോൽക്കുമെന്നും സുധാകരൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് പിണറായി വിജയൻ എന്നു മുതലാണ് തിരുവിതാംകൂറിൽ അറിയപ്പെട്ടു തുടങ്ങിയത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു സുധാകരൻ ഉയർത്തിവിട്ടത്. നമുക്കറിയാം, ഇങ്ങ് തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കമ്മ്യൂണിസം എന്ന് കേൾക്കുമ്പോൾ അവരുടെ നേതാക്കൾ VS ഉൾപ്പെടെയുള്ളവരാണ്. എന്നാൽ ആ കാലത്ത് പിണറായി വിജയനെ തിരുവിതാംകൂറുകാർക്ക് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സുധാകരനും പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കൊല്ലത്തുമൊക്കെ പിണറായിക്ക് ശക്തമായ ഒരു വേര് ഉണ്ടാക്കി കൊടുത്തതിൽ ഈ പറയുന്ന സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊക്കെ വലിയ പങ്കുണ്ട്. ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ പിണറായിക്ക് വേണ്ടി ശക്തമായി പ്രചരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നത് സുധാകരനായിരുന്നു. പത്തനംതിട്ടയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ പത്മകുമാർ ആയിരുന്നു. അങ്ങനെ പിണറായി വിജയൻ തങ്ങളെ ആരെയും വളർത്തിയതല്ലെന്നും ഇങ്ങ് തിരുവിതാംകൂറിൽ പിണറായിക്ക് വേരോട്ടം ഉണ്ടാക്കിയതിൽ തങ്ങളാണ് പണിയെടുത്തതെന്നും സുധാകരൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു പാർട്ടിക്കും ഒരു മണ്ഡലവും സ്ഥിരമായി അവകാശപ്പെടാനാവില്ലെന്ന് പറഞ്ഞ സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ UDF കൃത്യമായി പ്രവർത്തിച്ചാൽ LDF 1-2 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും വ്യക്തമാക്കി. സുധാകരന്റെ പ്രചരണ വേദിയിൽ രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. LDFനെ ഇപ്പോൾ ഇടതുപക്ഷം എന്ന് വിളിക്കാനാകില്ലെന്നും ഇടതിൽ ഇപ്പോൾ 2 തരം നേതാക്കളാണെന്നും തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി വിമർശിച്ചു. RSSുമായും BJPയുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്ത നേതാക്കളാണ് ഇടതുമുന്നണിയിൽ. ഹൃദയത്തിൽ പ്രത്യയശാസ്ത്രം കുടിയേറ്റിയ നേതാക്കളുണ്ട്. ഇത്തരം നേതാക്കൾ പാർട്ടിയിൽ ചതിക്കപ്പെട്ടുവെന്നും ജി സുധാകരനെ വേദിയിലിരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. എല്ലാ ദിവസവും ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്ന മോദിക്ക് കേരളത്തിലെത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി പറയുന്നതിൽ മൗനമാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. സ്വർണം കവർന്നു, പകരം ചെമ്പ് സ്ഥാപിച്ചു. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കേരളത്തിൽ വന്നപ്പോൾ ഇതെല്ലാം മറന്നുപോയി. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും LDFനെയും സഹായിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മുഖ്യമന്ത്രിയെയോ കുടുംബത്തെയോ മോദി ഏതെങ്കിലും ഘട്ടത്തിൽ എപ്പോഴെങ്കിലും വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു. നരേന്ദ്രമോദി എല്ലാ ദിവസവും തന്നെയും കോൺഗ്രസിനെയും ആക്രമിക്കുന്നു. 38 കേസുകൾ തന്റെ പേരിലുണ്ട്. തന്റെ ലോക്സഭാ അംഗത്വം കളഞ്ഞു. ഔദ്യോഗിക വസതി ഒഴിവാക്കി. എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു.
മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പാർലമെന്റിൽ വനിതകൾ എഴുന്നേറ്റാൽ മോദിക്ക് ഭയമാണ്. കേരളത്തിൽ കരിങ്കൊടി കാണിക്കുന്നവരെ പിണറായി തല്ലിച്ചതയ്ക്കും. രണ്ടുപേരും അധികാരം കൊണ്ട് മത്തുപിടിച്ചവരാണെന്നും രാഹുൽ പരിഹസിച്ചു. കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ വരുന്നവരെ തിരിച്ചാക്രമിക്കണമെന്നാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. അധികാരം തന്നിൽ നിന്ന് ഉണ്ടായതാണെന്ന് ഇത്തരക്കാർ കരുതുന്നു. നരേന്ദ്രമോദിക്കും കേരള മുഖ്യമന്ത്രിക്കും ധാർഷ്ട്യമാണ്. ജനങ്ങൾക്ക് മുകളിലാണ് തങ്ങൾ എന്ന് അവർ കരുതുന്നു. എതിർപ്പുള്ളവർ കരിങ്കൊടി കാണിച്ചു പോകട്ടെ. അവർ എതിർപ്പ് പ്രകടിപ്പിച്ചതല്ലേ എന്ന് കരുതുന്നതിന് പകരം അവർ തന്നെ തല്ലാൻ വരുന്നു എന്ന് ചിന്തിക്കുന്നു. കേരളത്തിലെ 75% നെൽ കർഷകരും ഇന്ന് കടത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ക്രൈസ്തവരെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നവരുമായാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കൂട്ട്. ലഹരിമരുന്നിന്റെ തലസ്ഥാനമായി കേരളം മാറി. എന്തുകൊണ്ട് ട്രംപിനെ മോദി ഭയക്കുന്നത്? എപ്സ്റ്റീൻ ഫയലിൽ മോദിയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. മന്ത്രിമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ട്. എണ്ണയും ഗ്യാസും എവിടെ നിന്നൊക്കെ വാങ്ങണമെന്ന് പറയാൻ ഡൊണാൾഡ് ട്രംപ് ആരാണെന്നും രാഹുൽ ചോദിച്ചു. ഇത്തരത്തിൽ മോദിയെയും പിണറായി വിജയനെയും വേദിയിൽ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ പരാമർശങ്ങൾ. അതായത് മോദിയും പിണറായിയും ചങ്ങാതിമാരാണെന്നും അവർ ഭായിമാരാണെന്നും പുറമെ ഞങ്ങൾ രണ്ട് ദിശയിലാണെന്ന് പറയുമ്പോഴും ഉള്ളാൽ അവർ രണ്ടും ഒന്നാണെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. ഈ രണ്ട് നേതാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം വിമർശിക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. അതിന്റെ കൂട്ടത്തിലാണ് ജി സുധാകരനും പലതും വെട്ടിത്തുറന്ന് പറഞ്ഞത്. പിണറായിക്ക് വേണ്ടി പണിയെടുത്തവരെയെല്ലാം പിണറായി ഒടുക്കം ചവിട്ടി മെതിച്ചുവെന്നും അങ്ങനെ മുതിർന്ന നേതാക്കൾ മൂലയ്ക്ക് ഇരിക്കേണ്ടവരല്ല എന്നുള്ള ശക്തമായ ഒരു നിലപാടാണ് വീണ്ടും ജി സുധാകരൻ ആവർത്തിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കുകയാണെങ്കിൽ, അതായത് UDF വലിയ രീതിയിലാണ് അമ്പലപ്പുഴയിൽ സുധാകരന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ അമ്പലപ്പുഴയിലെ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യവും കൂടി നമുക്കൊന്ന് നോക്കണം. ഈ പറയുന്ന ഒരു കൂട്ടം CPMകാർ സുധാകരനെ പിന്തുണച്ച രംഗത്തുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രസ്ഥാനമാണ് വലുതെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ ആലപ്പുഴയിലുണ്ട്, അമ്പലപ്പുഴയിലുണ്ട്. അപ്പോൾ വിജയിച്ച് കയറുക എന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പ്രതിസന്ധി അതിരൂക്ഷമാണ്. നമ്മൾ ഈ അടുത്ത് കേട്ടതായിരുന്നു, സുധാകരൻ പാർട്ടി വിട്ട് പുറത്തുപോയി അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി താൻ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കുറേ ആൾക്കാരുടെ, അതായത് വലിയൊരു കൂട്ടം ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇവിടെ സുധാകരൻ പോയാൽ ഞങ്ങൾക്ക് എന്താണ്, ഈ പ്രസ്ഥാനത്തിന് എന്താണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പ്രസ്ഥാനമാണ് വലുത്. ഇവിടെ പിണറായി വിജയൻ ഈ പാർട്ടി വിട്ടു പോയാലും ഈ പ്രസ്ഥാനത്തിന് ഒരു ചുക്കുമില്ല. പിണറായി പോയാൽ അടുത്ത ഒരാൾ നയിക്കാൻ വരും, പക്ഷേ ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകും. അതിന് ഒരു കേടുപാടും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ആ ജനങ്ങളുടെ ഒരു പ്രതികരണം, അത് ഈ പ്രസ്ഥാനത്തോടുള്ള അവരുടെ കൂറാണ്. അപ്പോൾ വിജയിച്ചു കയറും എന്ന് അത്ര അങ്ങ് എളുപ്പത്തിൽ സുധാകരന് പറയാനും കഴിയില്ല. കാരണം രാഷ്ട്രീയ അന്തരീക്ഷം, അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും ഒക്കെ രാഷ്ട്രീയ അന്തരീക്ഷം എന്താണെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന ആൾ കൂടിയാണല്ലോ സുധാകരൻ. എന്തായാലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് സുധാകരൻ. കാത്തിരുന്ന് കാണണം എന്ത് സംഭവിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.